നമസ്കാരം. ഇസ്രായേലിനെതിരെ പിന്നിൽ നിന്ന് ആക്രമണങ്ങൾ നയിച്ച ഇറാനിത ഒടുവിൽ നേർക്കുനേർ യുദ്ധത്തിനായി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു. അതിൻ്റെ ആദ്യ സിഗ്നലായിരുന്നു ഒക്ടോബർ 2 പുലർച്ചെ നമ്മൾ കണ്ടത്. ഏകദേശം 180ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലും അധിനിവേശ പലസ്തീനും ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തുവിട്ടത്. ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല, ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ എന്നിവരുടെ ചോരയ്ക്ക് പകരം ചോദിക്കുകയായിരുന്നു ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2വിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇസ്രായേലിനെതിരെ ആദ്യമായൊരു മിസൈൽ ആക്രമണം ഇറാൻ നടത്തുന്നത് 2024 ഏപ്രിൽ 14 ഏപ്രിൽ 1 ഇറാന്റെ ഡമാസ്കസിലെ എംബസി ആക്രമിച്ച് ഉന്നത സൈനിക നേതാവ് ജനറൽ മുഹമ്മദ് റസ സഹേദിയെ വധിച്ചതിന് പകരമായിരുന്നു ഇറാന്റെ ആദ്യത്തെ ആക്രമണം. എന്നാൽ അതൊരു അപ്രതീക്ഷിത ആക്രമണമായിരുന്നില്ല. ആക്രമണം സംബന്ധിച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വിവരം അമേരിക്കയ്ക്കും അതുവഴി ഇസ്രയേലിനും ഇറാൻ കൈമാറിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ ആവശ്യത്തിന് സമയവും ഇസ്രയേലിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ലക്ഷ്യം വെച്ച പ്രദേശങ്ങൾ നെഗേവ് മരുഭൂമിയിലെ ഒരു ഇസ്രായേലി സൈനിക താവളം മാത്രമായിരുന്നു. അതായത് ഒരു തുറന്ന യുദ്ധത്തിലേക്കുള്ള ക്ഷണമായിരുന്നില്ല ഏപ്രിൽ 14 ആക്രമണമെന്ന് ചുരുക്കം. അവിടെ നിന്ന് നേരെ ഒക്ടോബർ 2 എത്തുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് അമേരിക്കയ്ക്ക് പോലും സൂചന ലഭിക്കുന്നത്. ഉപയോഗിച്ചതാകട്ടെ ശക്തമായ ബാലിസ്റ്റിക് മിസൈലുകളും. കേവലം 12 മിനിറ്റ് ദൂരമേ ഇസ്രയേലിലേക്കുള്ളൂ എന്ന മുന്നറിയിപ്പായിരുന്നു ഫത്തേ 2 ഹൈപ്പർസോണിക് മിസൈലുകളുടെ പ്രയോഗത്തിലൂടെ ഇറാൻ നൽകിയത്. ലക്ഷ്യം വെച്ചത് ജനനിബിഡ മേഖലകളും. എന്നാൽ ഇതൊന്നും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് മുന്നിൽ വിലപ്പോയില്ലെന്നാണ് അവർ വിളിച്ചു പറയുന്നത്. അതിനവർക്ക് നൽകുന്ന ആത്മവിശ്വാസം ഇറാൻ എന്നും നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന തങ്ങളുടെ ആണവ നിലയങ്ങളാണ്. ഔദ്യോഗികമല്ലെങ്കിൽ കൂടി ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇറാൻ. മൂർഖനെ അടിക്കുമെങ്കിൽ പത്തി നോക്കി അടിക്കണമെന്ന് പറയുന്നത് പോലെ ഇറാന്റെ പത്തി ഈ ആണവ കേന്ദ്രങ്ങളാണെന്ന് ഇസ്രായേലിന് നന്നായി അറിയാം. ഇറാനിൽ നേരത്തെ തന്നെ പലവട്ടം ഇസ്രായേൽ രഹസ്യാക്രമണങ്ങൾ നടത്തിയിട്ടുള്ളതായാണ് കരുതുന്നത്. അത്തരം ആക്രമണങ്ങളിലൂടെ ആണവ ശാസ്ത്രജ്ഞരുൾപ്പെടെ നിരവധി പേരെ കൊലപ്പെടുത്തിയിട്ടുള്ളതായും റിപ്പോർട്ടുകളുണ്ട്. അത്തരം നീക്കങ്ങൾ തുടർന്നും ഇറാന് അകത്തും പുറത്തും ഇസ്രായേൽ നടത്തിയേക്കാമെന്നാണ് ആശങ്ക. ഇറാന്റെ നിർണായകമായ സൈനിക ബേസ് ക്യാമ്പുകളിൽ നേരിട്ടുള്ള ആക്രമണം നടത്തുകയാണ് ഇസ്രായേലിന്റെ മറ്റൊരു പദ്ധതി എന്ന് കരുതുന്നു. 1981 ഇറാഖിന്റെയും 2007 സിറിയയുടെയും ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് ഇസ്രായേൽ. ഊർജ ആവശ്യങ്ങൾക്കാണ് ആണവ പദ്ധതികൾ എന്നാണ് ഇറാൻ പറയുന്നതെങ്കിലും അവയെ ഭീഷണിയായാണ് ഇസ്രായേൽ കണക്കാക്കുന്നത്. പല ആണവ കേന്ദ്രങ്ങളും ഭൂമിക്കടിയിലായതിനാൽ ഇസ്രായേലിന് അമേരിക്കയുടെ സഹായം വേണ്ടി വന്നേക്കാം. എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനാണ് ഉദ്ദേശമെങ്കിൽ സൈനിക സഹായം നൽകില്ലെന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത്. സൈനിക കേന്ദ്രങ്ങളിൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇറാനെ ദുർബലപ്പെടുത്തുമെന്ന് മാത്രമല്ല, സാധാരണ പൗരന്മാർക്ക് നേരിടേണ്ടി വരുന്ന കെടുതികളും ഒഴിവാക്കും. വ്യോമാക്രമണത്തിലൂടെയും സൈബർ ഓപ്പറേഷനുകളിലൂടെയും നിർണായക സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ച് ഇല്ലാതാക്കുന്ന നടപടി ഇസ്രായേൽ ആദ്യമായല്ല നടത്തുന്നത്. 2022 മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റിന്റെ കാലത്ത് ഇസ്രായേൽ സൈന്യം ഇറാന്റെ ഡ്രോൺ ബേസ് ക്യാമ്പിൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. 2020 ഇറാൻ റവല്യൂഷണറി ഗാർഡ് ജനറലും ആണവ ശാസ്ത്രജ്ഞനുമായ മൊഹ്സിൻ ഫക്രിസാദയെ ഇസ്രായേൽ വധിച്ചിരുന്നു. ഇറാന്റെ ബഹിരാകാശ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ മുതൽ ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ വരെ ഇസ്രായേൽ ലക്ഷ്യമാക്കിയേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അതത്ര എളുപ്പമുള്ളതല്ല. നദാൻസിലും ഫോർഡോയിലുമാണ് ഇറാനിലെ ഏറ്റവും വലിയ ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ. അരക്, എസ്ഫഹാൻ എന്നിവയും അറിയപ്പെടുന്ന കേന്ദ്രങ്ങളാണ്. തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ തെക്ക് കിഴക്കായുള്ള പാർച്ചീൻ സൈനിക ഗവേഷണ കേന്ദ്രത്തിൽ ഇറാൻ ആണവായുധ ഗവേഷണങ്ങൾ നടത്തുന്നെന്ന് ആരോപണം ഉയർന്നിരുന്നു. നദാൻസിലെയും ഫോർഡോയിലെയും ഭൂഗർഭ രഹസ്യ ടണലുകൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ശക്തമായ പ്രതിരോധ വലയത്തിനുള്ളിലാണ് രണ്ടിടങ്ങളും. ഭൂമിക്കുള്ളിലേക്ക് തുളച്ചു കയറാൻ കഴിയുന്നതോ ഭൂഗർഭ ബങ്കറുകളെ തകർക്കാൻ ശേഷിയുള്ളതോ ആയ ഭീമൻ ബോംബുകൾക്ക് ഈ കേന്ദ്രങ്ങൾ തകർക്കാൻ കഴിയുകയുള്ളൂ. ഇസ്രായേലിന്റെ മറ്റൊരു ലക്ഷ്യം ബോണാബ് ആറ്റമിക് റിസർച്ച് സെന്റർ ആയിരിക്കാമെന്നും നിഗമനമുണ്ട്. ഇസ്രായേലിന് അടുത്തുള്ള ഈ സെന്റർ ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിൽ ഒന്നല്ലെങ്കിലും അതിനെ ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേലിന്റെ സൈനിക കരുത്തിനെ കുറിച്ച് വ്യക്തമായ ചിത്രം നൽകുമെന്നാണ് കണക്കുകൂട്ടുന്നത്.
ഇറാന്റെ സുപ്രധാനമായ വ്യോമതാവളം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് 350 കിലോമീറ്റർ അകലെയുള്ള ഇസ്ഫഹാൻ നഗരം. തന്ത്രപ്രധാനമായ ഈ നഗരത്തിൽ ആക്രമണം നടത്തിയ ഇസ്രായേലിന്റെ നടപടി യുദ്ധം വ്യാപിക്കുന്നതിന് കാരണമാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. മധ്യ ഇറാനിയൻ നഗരമായ ഇസ്ഫഹാൻ ആണവ സൗകര്യങ്ങൾ, സുപ്രധാനമായ വ്യോമതാവളം, ഇറാനിയൻ ഡ്രോൺ, മറ്റ് സൈനിക ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഫാക്ടറികൾ ഉൾപ്പെടെ നിരവധി സൗകര്യങ്ങളുടെ കേന്ദ്രമാണ്. ഇസ്ഫഹാൻ വിമാനത്താവളത്തിനും ഷേക്കാരി സൈനിക വ്യോമതാവളത്തിനും സമീപത്തുള്ള ഗജാവരസ്ഥാനിന് സമീപമായിരുന്നു ഇസ്രായേൽ നടത്തിയ സ്ഫോടനങ്ങൾ. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്ന് ഇറാനിയൻ അധികൃതർ ഇതിനകം പറഞ്ഞിട്ടുമുണ്ട്. ഇറാനിലെ ഏറ്റവും അറിയപ്പെടുന്ന ആണവ കേന്ദ്രമായ നതാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് വിശാലമായ ഈ പ്രവിശ്യയിലാണ്. അതേസമയം യുറേനിയം പരിവർത്തനം നഗരത്തിന്റെ തെക്ക് കിഴക്കൻ സർദൻജാൻ പ്രദേശത്താണ് നടക്കുന്നത്. 1999 നിർമ്മാണം ആരംഭിച്ച ഇസ്ഫഹാനിലെ കേന്ദ്രം ചൈനയിൽ നിന്ന് എത്തിച്ച 3 ചെറിയ ഗവേഷണ റിയാക്ടറുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഇറാന്റെ സിവിലിയൻ ആണവ പരിപാടികൾക്കായുള്ള ഇന്ധന ഉൽപാദനവും മറ്റു പ്രവർത്തനങ്ങളും ഇവിടെയാണ് കൈകാര്യം ചെയ്യുന്നത്. 2011 നവംബറിൽ ഇവിടെ ഒരു സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളെയും നഗരത്തിലും പരിസരങ്ങളിലും പ്രവർത്തിക്കുന്നുമുണ്ട്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് വാങ്ങിയ അമേരിക്കൻ നിർമ്മിത F-14 ടോം കാറ്റ് യുദ്ധവിമാനങ്ങൾ ഉൾക്കൊള്ളുന്ന പഴക്കം ചെന്ന കപ്പലുകൾ കൈവശം വെച്ചിരിക്കുന്ന ഒരു പ്രധാന ഇറാനിയൻ വ്യോമതാവളവും ഇസ്ഫഹാനിലാണ്. കഴിഞ്ഞ വർഷം ആദ്യം നഗരത്തിലെ ഒരു നൂതന ആയുധ നിർമ്മാണ കേന്ദ്രത്തിന് നേരെ ആക്രമണവും നടന്നിരുന്നു. ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ എന്നായിരുന്നു ഇറാന്റെ ആരോപണം. ടെൽ അവീവിൽ നടത്തിയ വ്യോമാക്രമണത്തിന് മറുപടിയായി ഇറാന് മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US-ഉം യൂറോപ്യൻ യൂണിയനും അറിയിച്ചിട്ടുണ്ട്. ഇത് ലോക വ്യാപാര രംഗത്തെ ബാധിക്കുന്നത് ചില്ലറയൊന്നുമായിരിക്കില്ല.